ശരിക്കും പറഞ്ഞാൽ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരം സൗന്ദര്യം തന്നിട്ടാണ് ഈ ലോകത്തോട്ട് വിടുന്നത്. പക്ഷെ പലരും അത് മനസ്സിലാക്കുന്നില്ല. ഓരോത്തിനും ഓരോ കാര്യത്തിനും അതിന്റേതായ ഭംഗിയുണ്ട്. പക്ഷെ എല്ലാരും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിറത്തിന്റെ പേരില് അല്ലെങ്കിൽ പല പല കാര്യങ്ങളുടെ പേരില് ബോഡി ഷെയിം ചെയ്യാ. എനിക്കും കുറെ ബോഡി ഷേമിംഗ് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ്. അത് ഹൈറ്റിന്റെ പേരില്, നിറത്തിന്റെ പേരില്, മുഖത്തിന്റെ ഷേപ്പിന്റെ പേരില് അങ്ങനെ കുറെ ബോഡി ഷേമിംഗ് എനിക്കും കിട്ടിയിട്ടുണ്ട്. അത് ആദ്യമൊക്കെ എനിക്കെന്ന് പറഞ്ഞാല് അതൊക്കെ ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു. അയ്യോ! എന്തായിരിക്കും എന്നെ മാത്രമേ ഉള്ളൂ കാണാൻ അങ്ങനൊക്കെ പറഞ്ഞ് ഞാൻ വിഷമിച്ചിട്ട് ഒരു ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. എന്നെ മാത്രം എന്താ ഇങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ കടത്തി വെട്ടി ഇപ്പൊ നമ്മള് കോൺഫിഡൻസിന്റെ പീക്കില് നിൽക്കുകയാണ്. കാരണം ഇപ്പൊ അതൊന്നും മൈൻഡ് ചെയ്യാനില്ല. ഇത് സമയമില്ലേ മൈൻഡ് ചെയ്യാനുള്ളതൊന്നും. ഇപ്പൊ നമുക്ക് ഇതൊന്നും ഒരു കാര്യമേ അല്ല. ഇതിലും വലിയ കാര്യങ്ങൾ ലൈഫിലുണ്ടെന്ന് ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായി. അപ്പൊ നമുക്കൊന്ന് പുറത്ത് വരെ പോണം. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പറയാൻ പറ്റില്ല. ഒരു സ്കിൻ കെയർ അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ, ഡെർമയുടെ സൺസ്ക്രീൻ, ലിപ് ബാം, ഐലൈനർ, ഒരു പൊട്ട്. അതോടുകൂടി നമ്മുടെ റെഡിയായി കഴിഞ്ഞു. പിന്നെ പ്രധാനപ്പെട്ട കാര്യം തലമുടി കെട്ടുക. വീട്ടിൽ നിൽക്കുമ്പോഴല്ലേ അമ്മയെ കൊണ്ട് കെട്ടിക്കാൻ പറ്റും. ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ എവിടെ പോണെങ്കിലും ഞാൻ തന്നെ കെട്ടണം. എനിക്ക് വലുതായിട്ട് തലമുടി കെട്ടാനൊന്നും വലിയ ധാരണയില്ല. പിന്നെ ഇപ്പൊ ഈ അമ്മയെ നിർബന്ധിച്ചിട്ടാണ് ഇപ്പൊ ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ അമ്മ ഒന്ന് കെട്ടിത്തരുന്നത്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റർഡേ കളർ ഡ്രസ് ആകുമ്പോൾ നമുക്ക് ഏത് രീതിയിലും കെട്ടിക്കൊണ്ടുപോകാം ഹെയർ സ്റ്റൈൽ. അപ്പൊ അമ്മ എനിക്ക് ഇഷ്ടമല്ല ആ സമയത്ത്. കാരണം സ്കൂളിൽ ചെല്ലുമ്പോൾ എല്ലാരും വെറൈറ്റി, എന്നെ മാത്രം വെറൈറ്റി ആയിട്ട് തലമുടി ഇടുമ്പോൾ എല്ലാരും വന്ന് ചോദിക്കുക. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടപ്പെടത്തില്ലെന്നില്ല, അന്നേരം എനിക്ക് എന്തോ പോലെ ഒരു ഓക്വേർഡ്നെസ് തോന്നി. അതുകൊണ്ട് ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുമ്പോ അമ്മയ്ക്ക് കെട്ടിത്തരാൻ വയ്യ. സോ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ.